ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റാറുള്ളത് ഇടയ്ക്കൊക്കെ വിഷമം വരുമ്പോഴാണ്. ഇടയ്ക്ക് ഓരോ പ്രതിസന്ധി വന്ന് അതിൽ നിന്ന് കരകയറുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റാറുള്ളത്, അല്ലേ? ഒരാൾക്ക് എന്നും സന്തോഷമാണെങ്കിൽ മൂപ്പർക്ക് എന്ത് ലൈഫാണ്, അല്ലേ? ജീവിതത്തിൽ സന്തോഷം കൂടുതൽ ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ ഇടയ്ക്ക് പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവണം. അതിൽ നിന്ന് കരകയറുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് ജീവിതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും പിണക്കമാണ് ഉസ്താദ്, എപ്പോഴും അടിയാണ്, എപ്പോഴും വഴക്കാണ്, എപ്പോഴും പ്രശ്നമാണ്. അങ്ങനെയുള്ളവർക്ക് ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. എല്ലാ സുഖത്തിന്റെയും മരുന്ന് ഖുർആനാണ്, എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം ഖുർആനാണ്, എല്ലാ പ്രതിസന്ധികൾക്കും ആശ്വാസം ഖുർആനാണ്. സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്ത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ എന്ന് തുടങ്ങുന്ന 21-ാമത്തെ ആയത്ത് ഇശാമഅരിബിന്റെ ഇടയിൽ 21 പ്രാവശ്യം ഓതി കരഞ്ഞു ഒരു പെണ്ണ് 21 ദിവസം ദുആ ചെയ്താൽ, ഒരു ഭർത്താവ് അങ്ങനെ ദുആ ചെയ്താൽ എപ്പോഴും ചോക്ലേറ്റിന്റെ മലയും പർവ്വതവും എൻഗേജ്മെന്റിന്റെ പേരിൽ എത്ര ചെറുക്കന്മാരാ എൻഗേജ്മെന്റിന്റെ പേരിൽ അറുത്തുപോകുന്നത്. ഉമ്മ നിർബന്ധിക്കും, സ്വർണം തന്നെ വാങ്ങണം, നമുക്കൊരു പ്രസ്റ്റേജ് ഉണ്ട്, മോശമല്ലേ? ഉമ്മ, എനിക്ക് കല്യാണം 2 മാസം കഴിഞ്ഞിട്ട് നടത്തേണ്ടതല്ലേ? വീടെടുത്തതിന്റെ പണിയിടം, ആ കടം തന്നെ തീർന്നിട്ടില്ല, ഇനിയും സ്വർണം, പിന്നെ നമ്മുടെ കുടുംബത്തിനൊരു പ്രസ്റ്റേജ് ഇല്ലേ, ഓർന്തെല്ലാം വിചാരിക്കൂലേ എന്ന്. ഈ ഉമ്മക്ക് എവിടെന്നാണ് ഈ വിവരം നേടിയത്? സാധാരണ ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ മക്കളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തേണ്ടവരല്ലേ? എന്നിട്ട് ലോൺ എടുത്തിട്ടാണെങ്കിലും പലിശക്ക് വെച്ചിട്ടാണെങ്കിലും സ്വർണം വാങ്ങണം എന്ന് പറയുന്ന ഉമ്മ എങ്ങനെയാ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക? നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ മോന് ശ്രമിക്കുമ്പോ ആ മോനെ പിടിച്ച് നരകത്തിൽ ഇടയല്ലേ ഈ ഉമ്മ ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ നമ്മുടെ സമ്പത്തിനോട് എങ്ങനെയാണ് നമുക്ക് സൂക്ഷ്മത ഉണ്ടാവേണ്ടത്? അപ്പൊ എന്റെ സമ്പാദ്യം 5 പൈസ ചെലവെക്കുന്നത് ഹലാലാണ്, ഇബാദത്താണ്. സമ്പാദ്യം കുറച്ച് ഗൾഫ് പണം നമ്മളെ നാട്ടിലേക്ക് ഒഴുകിയപ്പോൾ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ ഒരു പര്യവസാനമുണ്ട്. ആഖിറത്തിൽ ഓരോന്നിനും അല്ലാഹുവിനോട് അക്കമിട്ട് മറുപടി പറയേണ്ടി വരും. ഉമ്മമാര് പെങ്ങന്മാര് ഈ വിഷയത്തിൽ ഒന്ന് സൂക്ഷ്മത ഉണ്ടെങ്കിൽ തന്നെ ചെക്കന്മാര് കുറച്ചൊക്കെ രക്ഷപ്പെടുമെന്നാണ് കൺസെപ്റ്റ്. ഒന്നും വേണ്ട, എൻഗേജ്മെന്റ് ഒന്ന് ചാടിച്ചിട്ട് വരാം എന്ന് പറയുകയാണെങ്കിൽ പെങ്ങളെ വക വണ്ടി കിക്കർ ചവിട്ടും. ഒന്നും ഇല്ലാണ്ട് പോകുമ്പോ മോശമല്ലേ, ഒരു മോതിരം. അപ്പൊ മൂത്തായിട്ട് നമ്മുടെ കുടുംബത്തിനൊരു എന്നാ ഈ പെങ്ങളൊരു മോതിരം തരാം, അതുകൊണ്ടാവില്ല. ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ 4 എണ്ണമാണ്. 1, മൂത്രം ശരിയാവണ്ണം ശുദ്ധിയാക്കാത്തത്. 2, ഗീബത്ത്. 3, നമീമത്ത്. 4, ഖിയാനത്ത്, വഞ്ചിക്കുക. നമ്മളെ ഒരാൾ വിശ്വസിച്ചു, അയാൾ വഞ്ചിക്കും. ഖബറിലെ ഏറ്റവും കൂടുതൽ ശിക്ഷ ഉള്ള തെറ്റാണ്. ജീവിതം തകർന്ന തരിപ്പണവും കരാറ് പറഞ്ഞാൽ ലംഘിക്കാൻ പാടില്ല. ശേഷം പറയാൻ പോകുന്ന 3-ാമത്തെ കാര്യം ഏകദേശം റിലേറ്റഡ് ആയ കാര്യമായതുകൊണ്ട് 2ഉം 3ഉം ചേർത്ത് വെച്ച് പറയുന്നു. 3-ാമത്തത് നിങ്ങൾ ഒരാൾ വിശ്വസിച്ചാൽ വഞ്ചിക്കരുത്. നേരത്തെ പറഞ്ഞത് കരാറ് പറഞ്ഞാൽ ലംഘിക്കരുത്. ഈ 2 കാര്യങ്ങൾ, വഞ്ചനയും വാക്ക് ലംഘിക്കലും മുനാഫിഖിന്റെ അടയാളമാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മുനാഫിഖിന്റെ അടയാളം